ജഡേജയ്ക്ക് പകരം സഞ്ജു ചെന്നൈയിലെത്തിയപ്പോൾ ആദ്യം ആ മഞ്ഞക്കടലിൽ ഒരു നിശബ്ദമായിരുന്നു. പ്രിയപ്പെട്ട ജഡേജയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടവും നിരാശയും CSK ആരാധകരുടെ മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിന്നു. അന്ന് ആ ട്രേഡ് ആഘോഷിച്ചത് മലയാളികൾ മാത്രമായിരുന്നു. അതും ഞങ്ങളുടെ സ്വന്തം സഞ്ജു സാംസന്റെ ട്രേഡായതുകൊണ്ട്. സാക്ഷാൽ ധോണിക്കൊപ്പം ആ മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങുന്നത് കാണാനുള്ള ആവേശം അന്ന് കേരളക്കരയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ കാലം കാത്തുവെച്ചത് മറ്റൊരു ചരിത്രമായിരുന്നു. 2026 T20 ലോകകപ്പിൽ സഞ്ജുവിന്റെ വിശ്വരൂപം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ക്വാർട്ടറിലും സെമിയിലും ഒടുവിൽ കലാശ പോരാട്ടത്തിലും ഇന്ത്യയെ ഒറ്റയ്ക്ക് തോളിലേറ്റിക്കൊണ്ട് വിജയിപ്പിച്ചു. ലോകം മുഴുവൻ ആ ബാറ്റിങ്ങിന്റെ കരുത്തറിഞ്ഞു. ടൂർണമെന്റിലെ താരമായി, കിരീടവും ഏറ്റുവാങ്ങി. രാജ്യത്തിൻ്റെയാകെ ഹീറോയായി അയാൾ മാറിയപ്പോൾ എല്ലാ വിമർശകരുടെയും വായടിപ്പിക്കുകയായിരുന്നു. ഇന്ന് കഥ മാറി. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയിലേക്ക് സാക്ഷാൽ തല ധോണിക്കൊപ്പം സഞ്ജു ബാറ്റ് വീശുമ്പോൾ ആവേശം ഉയരുകയാണ്. ഇപ്പോൾ മലയാളികൾ മാത്രമല്ല, ഓരോ CSK ആരാധകനും പറഞ്ഞറിയിക്കാനാവാത്ത അഭിമാനത്തോടെയാണ് തങ്ങളുടെ ഹീറോയെ നെഞ്ചിലേറ്റുന്നത്. അന്ന് സങ്കടപ്പെട്ട അതേ ആരാധകർ ഇന്ന് സഞ്ജുവിനായി ഗാലറികളിൽ ആർപ്പു വിളിക്കാൻ കാത്തിരിക്കുകയാണ്. സംശയങ്ങൾ വഴിമാറി. അവിടെ ഇപ്പോൾ ആരാധനയും പ്രതീക്ഷയും മാത്രമാണ്. അതെ, ഇതയാളുടെ കഥയാണ്. പഴയ കണക്കുകൾ പലതും ചെന്നൈക്ക് തീർക്കാനുണ്ട്. കളത്തിലേറ്റുവാങ്ങിയ മുറിവുകൾക്ക് പലിശയടക്കം പകരം ചോദിക്കേണ്ടതുണ്ട്. ആ കടങ്ങളൊക്കെയും ഇനി അവർക്ക് വേണ്ടി അവരുടെ സ്വന്തം ചേട്ടൻ തീർക്കുമെന്നുറപ്പാണ്. എതിരാളികൾക്ക് മേൽ അഗ്നി പടർത്താൻ സഞ്ജുവും ചെന്നൈ സൂപ്പർ കിങ്സും തയ്യാറെടുക്കുകയാണ്. ഇത് വെറുമൊരു തുടക്കം മാത്രം. കാത്തിരിക്കുക ആ മഹാവിസ്ഫോടനത്തിനായി.